കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ കേരള സർക്കാരിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാനം നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും അധികമായി കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് തെളിയിക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചില്ലെന്നും സുപ്രീംകോടതി. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന കേസിലെ ഉത്തരവിലാണ് സുപ്രീംകോടതി കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ ശരിയാണെന്നും അധികമായി സംസ്ഥാനത്തിന് കടമെടുക്കാൻ അവകാശമില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. 2017 മുതൽ 20 വരെ ഓരോ സാമ്പത്തിക വർഷങ്ങളിലും കേരളം അധികമായി കടമെടുത്തിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാർ നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേരളം CAG റിപ്പോർട്ട് വളച്ചൊടിക്കുകയാണെന്നും തെറ്റായ സാമ്പത്തിക നയങ്ങളും ധനവിനിയോഗവുമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും കേരള സർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളുകയും വിഷയത്തിലെ ചില ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ മാത്രം പരിശോധിക്കുന്നതിന് ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടതും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര ഇടപെടൽ, അനിയന്ത്രിതമായി കടമെടുക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം തുടങ്ങിയ വിഷയങ്ങളാകും ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുക. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കേരളത്തിന് 13,608 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം കടമെടുക്കാൻ സാധിച്ചെന്നും കൂടുതൽ കടമെടുത്താൽ വരും സാമ്പത്തിക വർഷത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നും കോടതി നിരീക്ഷിച്ചു. ജനം, ഡൽഹി.